Recording in progress. കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊരു ബിസിനസ്സിലാണോ ഇരിക്കുന്നത് ആ ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ നമുക്ക് ആ ഇൻകം നമുക്ക് ഇന്നിപ്പോ ഒരു പ്രോഫിറ്റ് 200 രൂപ തന്നെയാണെങ്കിൽ ചിലപ്പോൾ നാളത്തെ പ്രോഫിറ്റും ആ 200 രൂപയിൽ തന്നെ നിൽക്കും. അതിൽ 500ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൻകം കൂടുതലായിട്ട് ജനറേറ്റ് ആവുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെ. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മള് ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇൻസ്റ്റ എടുത്തു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രൊമോഷനാണ്. ഏത് റീൽസ് എടുത്താലും പ്രൊമോഷനാണ്. പ്രൊമോഷൻ വീഡിയോസ് അല്ലാതെ നമ്മൾ വേറൊന്നും കാണാനില്ല എന്ന് പറയും ഇൻസ്റ്റയിൽ. ഇനിയിപ്പോ റീൽസ് എടുക്കട്ടെ, നമ്മൾ കോമഡി റീൽസ്, നമ്മൾ കുറെ ആളുകളുടെ കോമഡി റീൽസ് കാണാറുണ്ട് അല്ലെ? നമ്മുടെ മലപ്പുറം ടീമുകൾ, ഒരുപാട് ടീമുകളുണ്ട് കോമഡി റീൽസ് ചെയ്യുന്നത്. ഇപ്പൊ അതിലൂടെ സെലിബ്രിറ്റി ആയാലും ഇപ്പൊ അവര് ചെയ്യുന്ന റീൽസ് പോലും ഒരു പ്രൊമോഷൻ വീഡിയോ ആയി മാറി. ആദ്യം അവര് ഓരോ കോമഡി ഒരു കണ്ടന്റ് ഒരു ആക്കിയിട്ട് കോമഡി രൂപത്തിൽ അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളിലൂടെ ഒരു സെലിബ്രിറ്റിയിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരൊക്കെ വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ അവരുടെ തൊഴില് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ഒരു പ്രൊമോഷനാണ്. ഏതൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് പ്രൊമോഷനാണ്, അഡ്വർടൈസിങ് ആണ്. ഏതൊരു കമ്പനിയുടെ കാര്യങ്ങൾ എടുത്താലും അഡ്വർടൈസ് ആണ്. കാരണം ആ വീഡിയോ തുടങ്ങുമ്പോൾ ഏതൊരു കണ്ടന്റിൽ കൂടെ വന്നിട്ട് അതിന്റെ കാര്യത്തിന് പരസ്യത്തിലേക്ക് വരും. ആ പരസ്യം ചെയ്യുമ്പോഴാണ് അതിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ആവുക. കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ആവുമ്പോഴാണ് അവിടെ ഇൻകം ജനറേറ്റ് ആവുക. കാരണം അവർക്ക് ആ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഒരു കമ്പനി ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആണെങ്കിൽ പോലും അവർക്ക് ബിസിനസ് കൂടുതൽ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും? അതിനുള്ള പരസ്യം കൊടുക്കും, പരസ്യത്തിനുള്ള. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഓൺ ബിസിനസ് ആയിട്ടുള്ള നമുക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ആവും. നമ്മളെല്ലാവരും ഈ ഫാമിലിയിൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത് നമ്മളെല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത് നമുക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാണ്. അപ്പൊ നമ്മളൊരു ചെറിയ ഇൻകത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും ആ ചെറിയ ഇൻകത്തിൽ നിന്ന് വലിയ ഇൻകത്തിലേക്കുള്ള പടവുകൾ താണ്ടാൻ കഴിയണം. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഇൻകത്തിൽ തന്നെ നിന്ന് നിലയുറപ്പിച്ചിട്ട് മുന്നോട്ട് പോകുകയല്ല വേണ്ടത്. നമുക്ക് ആ പടവുകൾ താണ്ടിയിട്ട് കൂടുതൽ ഇൻകം ജനറേറ്റ് ആക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. നമുക്കൊക്കെ അറിയാം, നമ്മള് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപെക്സിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഞാനൊന്ന് അപെക്സിലേക്ക് എത്തുന്നതിന് മുമ്പ് അധികം ഈ ക്രിപ്റ്റോ കറൻസിന്റെ കൂടുതലൊന്നും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ഒരു BTC, ബിറ്റ്കോയിൻ. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയില്ല, ബിറ്റ്കോയിൻ എന്ന് മാത്രം അറിയും. ബിറ്റ്കോയിൻ അതാണ് ക്രിപ്റ്റോ കറൻസി. പക്ഷെ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഞാൻ അപെക്സിലേക്ക് എത്തുമ്പോഴാണ്, നമ്മൾ അപെക്സുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ക്രിപ്റ്റോ കറൻസിയിൽ കൂടുതൽ ക്രിപ്റ്റോ കറൻസികൾ 10-25,000 ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടെന്നും ഇതിനെല്ലാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിനൊക്കെ ഓരോ വാലറ്റുകൾ ഉണ്ടെന്നും, ട്രസ്റ്റ് വാലറ്റ് പോലെ മെറ്റാമാസ്ക് പോലെ വാലറ്റുകൾ ഉണ്ടെന്നും അതിലൂടെ അതാണ് നമ്മൾ കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ എല്ലാം നമ്മൾ വൺ ബൈ ആയിട്ട് പഠിക്കാൻ കാരണം അപെക്സ് എന്ന ബിസിനസ്സിൽ വന്നതുകൊണ്ട്. ഞാൻ പഠിച്ചത് മറ്റുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് കൂടുതൽ അറിവ് കിട്ടിയിട്ടുള്ളത്, ക്രിപ്റ്റോ മേഖലയിൽ അറിവ് കിട്ടിയിട്ടുള്ളത് അപെക്സിൽ വന്നിട്ടാണ്. അതേപോലെ തന്നെ ഒരുപാട് പേര് ചിലപ്പോൾ അപെക്സിലൂടെ അല്ലാതെ വേറെ രീതിയിലൂടെ വേറെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും അവർക്ക് ഈ മേഖലയിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ക്രിപ്റ്റോ കറൻസിയുമായിട്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം പലരും പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുമാനം കണ്ടെത്തിയവരാണ്. പക്ഷെ നമ്മൾ ഈ ടെക്നോളജി യുഗത്തിൽ നമ്മൾ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു മേഖല അല്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അതായത് സമ്പാദിക്കാനും അതിൽ കൂടുതൽ സമ്പാദിക്കാനും കഴിയുന്ന ഒരു മേഖലയാണ് നമുക്ക് ക്രിപ്റ്റോ കറൻസി മേഖല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ അതിൽ റിസ്കി ഉണ്ടെന്ന് പറയുമ്പോൾ കാരണം നമുക്ക് തിരിച്ചറിയണം ഫ്രോഡുകൾ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ. ഇപ്പോ അതിനെ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു ഉദാഹരണത്തിന് പറയാം. നമ്മളൊരു ഒന്നൊന്നര മാസം മുമ്പേ നമ്മള് അതൊരു 31 മുമ്പ്, മാർച്ച് 31 മുമ്പ് ഒരു മീറ്റിംഗ് നടന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു ഉപമ തരാം. അതായത് ഒരു മാർച്ച് 22 23 എന്ന സമയത്താണ് നമ്മുടെ കമ്പനിയുടെ ഒരു മീറ്റിംഗ് നടന്നത് അല്ലെ? അങ്ങനെ തന്നെയാന്ന് തോന്നുന്നത്. മാർച്ച് 22 അങ്ങനെ തോന്നുന്നു അല്ലെ ബൈജു സാർ? അങ്ങനെ തന്നെ അല്ലേ ആ ടൈമില്? അപ്പൊ നമ്മുടെ ആ സമയത്ത് നമ്മുടെ MD വന്നു പറഞ്ഞേക്കാം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്താ? 31 നമ്മളെ പേ ഔട്ട് വരും, അതായത് നമ്മളെ വിഡ്രോവൽ സ്റ്റാർട്ട് ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. സ്വാഭാവികമായിട്ട് ആ സമയത്ത് നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ്
നമ്മളോട് എല്ലാവരോടും പറഞ്ഞു. ഞാൻ മാത്രമല്ല, നമ്മൾ ഒരുപാട് അന്ന് 1000 പേരോളം നിന്ന മീറ്റിങ്ങിനെ അഭിമുഖീകരിച്ചിട്ടാണ് നമ്മുടെ സിഒ സാറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് ഭയങ്കര ടെൻഷനായി എല്ലാവർക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഭയങ്കര ടെൻഷൻ തന്നെ. ടെൻഷന് എല്ലാവരും പാനിക്കായി, പടച്ചോണ എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യും എന്താ ചെയ്യാന്നുള്ള ടെൻഷനായി. കൂടാതെ ഒരുപാട് വീഡിയോസുകൾ ഇറങ്ങി, നെഗറ്റീവ് കോളികളുടെ വീഡിയോസുകൾ. അപ്പക്സ് കൂട്ടിപ്പോയി, അപ്പക്സ് ആളുകളുടെ പൈസ പറ്റിച്ചു, അപ്പക്സ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ്. എല്ലാ കമ്പനികളും ലാസ്റ്റ് ടൈമിൽ എല്ലാവരും പൈസയും പിടിച്ചു വെച്ചു മുങ്ങും, അങ്ങനെയാണ്. പക്ഷെ ഇന്നേക്ക് ഇപ്പോ എത്രയായി? ഒരു മാസത്തോളായി അല്ലേ? ഇന്നേക്ക് ഒരു മാസത്തോളായി. അപ്പക്സ് എവിടെയെങ്കിലും പോയോ? ആരെങ്കിലും പറ്റിച്ചോ? അപ്പക്സ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെതായ ട്രാക്കിലൂടെ, അതിൻ്റെതായ മാനദണ്ഡത്തിലൂടെ. അപ്പക്സ് പറഞ്ഞ രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഡ്രോവൽ അത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മുടെ വിഷുവിന്റെ ദിവസം തന്നെ നമ്മുടെ വാണി സാർ വന്നിട്ട് പറഞ്ഞു, ഇത് മെയ് 25 കൂടി നമ്മുടെ ഫേസ് 1 വിഡ്രോവൽ സ്റ്റാർട്ട് ആവുന്നുള്ളൂ. നമുക്ക് നല്ല പ്രതീക്ഷയല്ലേ? കാരണം നമ്മളെല്ലാം കറക്റ്റായിട്ട് കാത്തിരിക്കുന്ന വിഡ്രോവൽ നമുക്ക് മെയ് 25 കൂടി P2P സർവീസിലെത്തും എന്ന് നമ്മുടെ MD നമ്മോട് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, സന്തോഷിച്ചൂടെ? കാരണം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യം തന്നെയല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞ അല്ലെങ്കിൽ വീഡിയോ ഇറക്കിയവര്, വീഡിയോ കണ്ടവര് എല്ലാവരും പാനിക്കാവര്. എല്ലാവരും എന്തായി? ഇവിടെ കമ്പനി ഇവിടെ തന്നെ ഉണ്ട്, കമ്പനിയുടേതായ കറക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നമ്മളെ ടോക്കണിന്റെ മൂല്യം ഇടിഞ്ഞ് ഇല്ലാണ്ടായി കുത്തവാളെടുത്ത് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ ഇടിഞ്ഞില്ലാണ്ടായി കുത്തിവാളെടുത്ത് എന്നൊക്കെ പറയുമ്പോ അതിന് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാല്, അതേപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് കോയിനുകൾ പോയിട്ടുണ്ട്. നിങ്ങൾ അന്ന് നോക്കാത്തത് എന്താ? ഒരുപാട് കോയിനുകൾ താഴേട്ട് പോയിട്ടുണ്ട്, അതേപോലെ മുകളിലേക്കും പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് കിട്ടിയ അവസരം, ആ അവസരത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നാളത്തേക്കെല്ലാം മാറ്റി വെക്കണം. നമുക്ക് ഇന്ന് ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേടിപ്പിടിക്കാൻ കഴിയണം. നമ്മളൊരു ബിസിനസിന്റെ ഭാഗമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ആ ബിസിനസിന്റെ തിയറി അറിഞ്ഞിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് ഈ ബിസിനസ് ഫേസ് 2 എന്നുള്ള ലെവലിലേക്ക് കമ്പനി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ ട്രാക്കിലാണ്. ഫേസ് 1 നമ്മൾ ഉണ്ടായിരുന്നത്. ആ ഫേസ് 1 വിഡ്രോവൽ നമ്മൾ 25th നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഹാപ്പിയിലേക്ക്. ഇപ്പൊ നമുക്ക് നിലവില് നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്ന വിഡ്രോവൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ ഇവിടെ ഫേസ് 2 എന്ന് പറയുന്ന പ്രൊപ്പോഷൻ അല്ലെ, ആ പ്രൊജക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യാം. നല്ലൊരു പ്രൊജക്റ്റാണ് ഇവിടെ. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഏണിങ്സ് കൂടും, വരുമാനം കൂടും. അല്ലാതെ നമ്മൾ ഒരു മാസമായിട്ട് നമ്മൾ കാത്തിരിക്കുക, നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ? ഈ കാത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ? കാത്തിരിക്കുന്നവർക്ക് അന്നത്തെ വരുമാനങ്ങളില്ല. വരട്ടെ, കമ്പനി വരട്ടെ, കമ്പനിയുടെ വിഡ്രോവൽ വരട്ടെ, നമുക്ക് ചെയ്യാം. ദിവസങ്ങൾ പോവല്ലേ. ഇപ്പൊ നമ്മളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്, അത് വേറെ വിഷയം. ചെയ്യുന്നവർക്ക് ചെയ്യാം, അത് വേറെ വിഷയം. നമ്മൾ ഏറ്റെടുത്തത് നമ്മൾ ഈ അപ്പക്സ് ഫാമിലി ബാധിക്കാനെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ ബിസിനസ്സിലൂടെ സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അല്ലാത്തവർ ആര് ബിസിനസ്സിലേക്ക് വരില്ല. കാരണം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. എനിക്ക് ആ ബിസിനസ്സിലൂടെ സമ്പാദിക്കണ്ട. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ കാണുന്ന 287 പേരുണ്ടെങ്കിൽ ഈ 87 പേർ, ഈ 287 പേരും ഈ ബിസിനസ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടാവുക ഇതിലൂടെ 10 രൂപ സമ്പാദിക്കണം. അപ്പൊ നമുക്ക് നമ്മൾ ഓൾറെഡി ഫേസ് 1 നമ്മൾ ഫേസ് 1 ഭാഗമാണ്. അതിലൂടെ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫേസ് 1 സ്വാഭാവികമായിട്ടും നമ്മൾ 25th വിഡ്രോവൽ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ വെയിറ്റ് ചെയ്യുന്ന സമയം വരെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയം വരെ ഈ ലാഗിങ്, ഈ കാലാവധിയിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ടൈമാണ് നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ വന്നിട്ട് പറയാം അപ്പക്സ് ചെയ്യുന്നില്ല. അല്ല, അപ്പക്സ് ചെയ്യുന്നുണ്ട്. വിഡ്രോവൽ നടക്കട്ടെ, വിഡ്രോവൽ നടക്കണ വരെ നമ്മൾ എന്ത് ചെയ്യാം? കാത്തിരിക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം പോയി, നാളത്തെ ദിവസം. പക്ഷെ ഈ സമയം കൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാ? ഇയാളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് തീർച്ചയായിട്ടും അന്ന് ഏൺ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഏൺ ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇന്നത്തെ ദിവസം നാളത്തേക്കില്ല. ഇന്ന് കഴിഞ്ഞ നാളെ, ഇന്നത്തെ കഴിഞ്ഞ് നാളത്തെ ഏണിങ്സ് ആണുള്ളത്.
അപ്പൊ ഇന്ന് ഏൺ ചെയ്യുന്ന ഒരു 100 രൂപ ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനെ പ്രൊമോഷനിലൂടെ ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാന് പറയുന്നത് ഈ ബിസിനസ് ഏറ്റെടുക്കാത്തവരോടല്ല, ഈ ബിസിനസിനെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കാൻ വന്ന ഈ 287-88 പേരും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന വ്യക്തികളാണെന്ന വിശ്വാസത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസിനെ. പ്രൊമോട്ട് യുവർ ബിസിനസ് ആൻഡ് ഏൺ മോർ ആൻഡ് ഏൺ, അല്ലേ? കൂടുതൽ ഏൺ ചെയ്യാം, മോർ ആൻഡ് മോർ. അപ്പൊ നമ്മള് ഈ സമയം നാളേക്കില്ല, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരം നമ്മുടെ മുന്നിലുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇന്നലെ ഞാനൊക്കെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ പിന്നെ നമ്മുടെ നാസർ സാറിന്റെ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അനസ് കീശേരിയുടെ യൂട്യൂബിലൂടെ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാ? ഒരു 1200 രൂപയോളം മതി നമുക്ക് 120 ടോക്കൺ വാങ്ങിയിട്ട് ഇപ്പൊ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കൂടുതലാണില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരാളുകളുണ്ട്. ഇപ്പൊ ഇവിടെ 287 പേര് മനസ്സിലാക്കണം. നിങ്ങൾ ആരെങ്കിലും ഒരു കാല് പിറകോട്ടുണ്ടെങ്കിൽ, പിന്നോട്ടാണെങ്കിൽ, ഇന്നത്തെ സമയം കഴിഞ്ഞ് അടുത്ത മാസം ഈ ടൈമിലേക്ക് വരുമ്പോ ആലോചിക്കും, പടച്ചൻ അന്ന് വാങ്ങിയാൽ മതി കുറച്ച് ടോക്കണൊക്കെ വാങ്ങി ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ മതി. ഇന്ന് ടോക്കന്റെ വില എത്രയായി? അപ്പൊ ഇന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു അവസരമുണ്ട്. ഇന്ന് വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അവസരം വളരെ വില കുറവാണ്, അല്ലേ? 4 രൂപ, വെറും 4 രൂപ, 3 രൂപ, 4 രൂപ, 3 രൂപ, 4 രൂപയില് നമുക്ക് എത്ര വാങ്ങി വെക്കാം? പണ്ട് 10 വർഷം ഈസി വന്ന സമയത്തൊക്കെ വളരെ വില കുറവായിരുന്നു. ഇപ്പൊ VTCയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്താ? എന്തിനാണ് VTCയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? 20 വർഷം, 15 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോ അപ്പക്സ് അങ്ങ് എതിർത്ത ആൾക്കാർക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പോഴും 258 പേര് ഈ ചെറിയ GRD മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ എത്ര പേര്? 44,000-ലധികം കമ്മ്യൂണിറ്റി ഏറ്റെടുത്ത പ്രൊജക്റ്റ് ആണിത്. 44,000-ൽ മുകളിൽ ID ക്രിയേറ്റ് ചെയ്ത അപെക്സ് എന്ന് പറയുന്ന റവല്യൂഷൻ ആണത്. ഈ റവല്യൂഷന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. ഈ ആളുകളുടെ കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ്മ മാത്രം മതി. കാരണം ഇവിടെ എല്ലാവരും, കാരണം മാർച്ച് 31-ന് മുമ്പ് വന്ന മീറ്റിംഗ് കഴിഞ്ഞപ്പം പൊട്ടി വീഡിയോസ്. അതിനനുസരിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട്. കാരണം എന്താ? വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്താ? അവർക്ക് വരുമാനമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ വരുമാനം എന്ന് പറഞ്ഞ വ്യൂവേഴ്സിലൂടെയാണ്. ഇവിടെ അങ്കലാപ്പിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും, ഈ ബിസിനസിന്റെ ഭാഗമായിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു അങ്കലാപ്പ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, അതിന്റെ തമ്പിലിനെ നിങ്ങൾ കാണും, പടച്ചോൻ എന്റെ പൈസ ഇതാണല്ലോ, പടച്ചോൻ എന്റെ എന്ത് ഓപ്പൺ ആക്കുമ്പോൾ വ്യൂവേഴ്സ് കിട്ടും. അവർക്ക് വ്യൂവേഴ്സിനെ കൂട്ടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്ന് പറയാന്, നിങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ ടോക്കൺ അപെക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ ടോക്കൺ തീർച്ചയായിട്ടും ഫിനാൻസിൽ ടച്ച് ചെയ്യും. അത് ഉറപ്പിച്ചോളൂ. അതിന് നമ്മളായിട്ടുള്ള കൂട്ടായ്മ, നമ്മുടെ കമ്മ്യൂണിറ്റി കൂട്ടത്തോടു കൂടി വളരെ പവർഫുൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, കൂടെ നിൽക്കുകയാണെങ്കിൽ, 3 മാസമോ 2 മാസമോ എന്ന് കമ്പനി വിചാരിക്കുന്നത് ചിലപ്പോൾ 1 മാസം കൊണ്ട് ചിലപ്പോൾ ഏൺ ചെയ്യാൻ പറ്റും. 1 മാസം കൊണ്ട് ഏൺ ചെയ്യാനല്ല, ടച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും മാണി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ CEO എന്ന് പറയുന്ന മാണി സാറിന്റെ ഒറ്റ ലക്ഷ്യം ഫിനാൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ടോക്കൺ ഇന്ന് ഈ ടോക്കൺ വാങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, നാളത്തെ നല്ലൊരു സമ്പാദ്യത്തിന് ഉടമയായി നമ്മൾ എല്ലാവരും മാറും. തീർച്ചയായും നിങ്ങൾ വിചാരിക്കേണ്ടത് നഷ്ടമാവുന്നു, ഒരിക്കലും നഷ്ടമാവില്ല. കാരണം നിങ്ങൾ ഒരു 1200 രൂപ ചെലവഴിച്ചിട്ട് ഇന്നത്തെ ടോക്കൺ ഇന്ന് വാങ്ങി നിങ്ങൾ phase 2 പ്രൊമോട്ട് ചെയ്യാൻ നോക്കി. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എല്ലാവരും ഒരു 1200 രൂപയുള്ളൂ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയ അവസരമാണ് ഈ
പറയുന്നുണ്ട്, ഇതിനെ എതിർക്കുന്ന ആളുകളോ ഇതിനെ നെഗറ്റീവ് കാണുന്നവരോ എന്റെ ഒരു വാക്കും എടുക്കരുത്, ഒരു വാക്കും എടുക്കരുത്. കാരണം അപ്പെക്സ് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ പറയുന്നത് അപ്പെക്സ് എന്ന ഫാമിലിയെ അപ്പെക്സിൽ വിശ്വസിച്ച് അപ്പെക്സിനെ സ്നേഹിച്ച് അപ്പെക്സിലൂടെ വരുമാനം ചെയ്യാൻ പറ്റും, അപ്പെക്സിലൂടെ വിജയിക്കാൻ പറ്റും എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആകാനുള്ള ഒരിടം തന്നെയാണിത്. നാളത്തെ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന രത്നമായി മാറും അപ്പെക്സ് ടോക്കൺ. ഉറപ്പാ. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് എന്നല്ല എനിക്കറിയില്ല, നമുക്കറിയില്ല. ഞാൻ എന്നോട് തന്നെ പറയാം, ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, എന്നോട് തന്നെ പറയാം. എനിക്കറിയില്ല ഇന്നത്തെ മൂല്യം എന്താണെന്നല്ല. ഞാനിത് വാങ്ങി വെച്ച് അവിടെ സ്റ്റോക്ക് ചെയ്തോളൂ. ഇതിന്റെ വില കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ ചെലവഴിക്കുന്ന ഒരു രൂപ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് ഉറപ്പിക്കാം. ഇപ്പൊ നമ്മളെല്ലാവരും ടെൻഷൻ അടിക്കും. കാരണം നമ്മള് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് നമുക്ക് ഒക്കെ എല്ലാവർക്കും നമ്മളെല്ലാവരും ക്യാഷ് ബാങ്കിൽ സേവ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്നില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. കാരണം നമുക്ക് ക്യാഷ് ഇപ്പൊ യൂണിവേഴ്സിറ്റി വാങ്ങി നമ്മൾ വേറെ ആയിക്കോട്ടെ, നമ്മൾ തെറ്റായി കൊടുക്കും. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഒരുപാടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഈ കമ്പനിയിലേക്ക്, നമ്മുടെ അപ്പെക്സ് എന്ന് പറയുന്ന ഫാമിലിയിലേക്ക് ഇത്രയും ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇത്ര സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരേ ഒരു ഇതായിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നതാ. മറ്റുള്ള മേഖലകളിലാണോ എന്ന് അറിഞ്ഞിട്ടോ അത് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടോ ഇല്ല. INR ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകക്ക് എനിക്ക് കിട്ടുന്ന ലാഭവിഹിതം INR തന്നെ, ഇന്ത്യൻ കറൻസിയിൽ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ള ആ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ 90% ആളുകളും ബിസിനസ്സിലേക്ക് വന്നത്. അതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വഞ്ചർ എന്ന് പറയുന്നത്. പക്ഷേ എന്തോ ബുദ്ധിമുട്ടിന്റെ കാരണത്താൽ അല്ലെങ്കിൽ കമ്പനിക്ക് എക്സ്ചേഞ്ച് പ്രോബ്ലം വന്നത് കൊണ്ടാണ് കമ്പനി നിർത്തിവെച്ചെന്ന് പറയുന്നത്. നിങ്ങൾ എക്സ്ചേഞ്ച് ത്രൂ ഉള്ള ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ആണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഐഡിയിലുള്ള ഡോളേഴ്സ് അല്ലെങ്കിൽ USDT നമുക്ക് ഒരാൾ പുതിയ ID ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന അവസരം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ആരും അത് മറക്കരുത്. ഫേസ് 1 എന്ന ID നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഇന്ന് 25th നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആക്ടിവേറ്റ് ചെയ്യുന്നവർക്കും ഈ മെസ്സേജ് വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, അത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ ഒരു കാര്യം, നിങ്ങൾ ആ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാണ്, നിങ്ങൾ ഫേസ് 1 പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളൊരു 70% ബിസിനസിന്റെ നമ്മുടെ ടോർ വാങ്ങിയുടെ ആളാണെങ്കിൽ 10,000 രൂപ ഫേസ് 2ലേക്കും 70,000 രൂപ നമ്മുടെ ഫേസ് 1ലേക്കും. ഇല്ല, ഒരു 10,000 ഉള്ളൂന്നുണ്ടെങ്കിൽ ആ 10,000ന്റെ 70% അങ്ങോട്ടും 30% ഇങ്ങോട്ടും. കാരണം അവർക്ക് നാളെ കിട്ടുന്ന ഏറ്റവും വലിയ നല്ലൊരു പ്രോഫിറ്റ് ആയിട്ട് മാറും നമ്മുടെ ഫേസ് 2 എന്ന് പറയുന്നത്. ഇന്നൊരാൾ ചോദിച്ചതിനോട്, സാറേ നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജ് എന്തായിരുന്നു, ടെക്സ്റ്റ് മെസ്സേജില് നമ്മുടെ അപ്പെക്സ് ടോക്കന്റെ റിവാർഡ്സ് ഫേസ് 2 നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന റിവാർഡ്സ്. കാരണം 1.something, അതായത് നമുക്ക് കിട്ടുന്നത് അതിന്റെ 1.95, 1.78 എന്നൊക്കെ കൊണ്ടാണ് കിട്ടുന്നത് അതിന്റെ ശതമാനം. അങ്ങനെ കിട്ടുന്ന റിവാർഡ്സ് 365 ദിവസം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടു. അത് ശരിയാണോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ സാറേ, അത് തെറ്റാണ്. നമ്മൾ ആ ബിസിനസ്സിൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ക്യാപിറ്റലിന്റെ, അതായത് ഉദാഹരണത്തിന് ഞാൻ 1000 ടോക്കൺ ആണ് സ്റ്റേക്ക് ചെയ്തെന്ന് വിചാരിക്കാം. അവിടെ പാക്കേജ് 120, 240 ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഒരു 1200 ഞാൻ ചെയ്തെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് 1200 ഞാൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ എന്റെ 500 ടോക്കൺ സ്പോട്ടിൽ വേണ്ടായി. 500 ടോക്കൺ
700 ടോക്കൺ സ്റ്റേക്ക്ഡ് ആണ്. 700 ടോക്കണിന്റെ പെർസെന്റേജ് ആണ് നമുക്ക് എല്ലാ ദിവസവും റിവാർഡായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും റിവാർഡായിട്ട് തരും. അവിടെ സൺഡേ സാറ്റർഡേ എന്നില്ല, എല്ലാ ദിവസവും സ്റ്റേക്കിംഗ് റിവാർഡ് വന്നിരിക്കും. ഈ സ്റ്റേക്കിംഗ് റിവാർഡ് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ഒരു കാലാവധി ഉണ്ട്. ക്യാപിറ്റലിന് 6 മാസം നിങ്ങൾക്ക് ക്യാപിറ്റൽ ലോക്കിംഗ് പീരീഡ് ആണ്. ഈ 6 മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ലോക്കിംഗ് പീരീഡ് നിങ്ങൾ ക്യാപിറ്റലിന്റെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുന്ന ഡേറ്റ് നാളെ ആണെന്ന് വിചാരിക്കാം. നാളെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഏത്? നിങ്ങളുടെ 700 ടോക്കൺ വിഡ്രോ ചെയ്യാം. അപ്പൊ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്നാൾ മുതൽ റിവാർഡ് ഉണ്ടാവില്ല. ഇല്ല, നിങ്ങളത് ലോങ് ലൈഫ് ആയിട്ട് നിങ്ങൾ ആ 700 ടോക്കൺ തന്നെ സ്റ്റേക്ക് ചെയ്യാണോ, സ്റ്റേക്കിംഗ് റിവാർഡ് വന്നുകൊണ്ടേയിരിക്കും. അവിടെ 365, 265, 565, 165, 565, 465, 1065 അങ്ങനത്തെ ഒരു ദിവസമില്ല. ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്തും ലീഡറായിട്ടുള്ള സാർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കമ്പനിയിൽ തന്നെ ബാങ്കർ സാറിനോട് തന്നെ കൺഫേം ചെയ്തു. ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്, ഇത് ശരിയാണ്. അത് അവർ എഴുതിയെടുത്ത് മാറിപ്പോയതാണ്. അവര് ടെക്സ്റ്റ് ചെയ്തെടുത്ത് മാറിപ്പോയതാണ്. 365 എന്നുള്ള സിസ്റ്റം ആ ഫേസ് 2-ലില്ല. ഫേസ് 2-ല് നമ്മുടെ ലോക്കിംഗ് പീരീഡ്, നമ്മുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് പിൻവലിക്കണമെങ്കിൽ മാത്രം, ഞാനിപ്പം എന്റെ എമൗണ്ട്, എന്റെ ക്യാപിറ്റൽ എനിക്ക് പിൻവലിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ബിസിനസ്സുമായിട്ട് ബന്ധം സ്റ്റോപ്പ് ആവാം. ഇല്ല, അത് ലോങ് ലൈഫായിട്ട് എന്റെ സ്റ്റേക്കിംഗ് ആയിട്ട് അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ എനിക്ക് അത് ലോങ് ലൈഫായിട്ട്, ഇപ്പൊ എല്ലാവരും ലോങ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ പലരും കളിയാക്കും, ലോങ് ലൈഫ് അല്ലേ. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ കുറെ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയാണ് ഒരാൾക്ക്, വേറെ ഗ്രൂപ്പിലിട്ടോ. അപ്പൊ ലോങ് ലൈഫ് അല്ലേ. അപ്പൊ അത് ഒരു താഴ്ത്തി കിട്ടുന്ന ഒരു ടോക്കൺ ഉണ്ട്, കുറെ നെഗറ്റീവ് തോന്നുക. അപ്പൊ ആ ലോങ് ലൈഫ് അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് 6 മാസം കഴിഞ്ഞാൽ നമുക്ക് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം, ഇല്ലേ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യും. അത് ഡിയാപ്പും ഉണ്ട്, അഫിലിയേറ്റും ഉണ്ട്. ഡിയാപ്പ് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. അതിൽ റഫറൽ കമ്മീഷനോ അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് ഇൻകങ്ങളോ ഒന്നും തന്നെ അതിൽ ഇല്ല എന്നുള്ളതാണ്. ഡിയാപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മള് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഡിയാപ്പ് എന്നും അഫിലിയേറ്റ് എന്നും കാണാൻ പറ്റും. നമുക്ക് നേരിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം, സ്റ്റേക്ക് ചെയ്യാം. സ്റ്റേക്ക് ചെയ്ത ഒരു റഫറൽ ലിങ്ക് വെച്ച് സ്റ്റേക്ക് ചെയ്യുന്ന വിചാരിക്കും. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റല് നമ്മുടെ കയ്യിൽ തന്നെ. ഡിയാപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഡീസെൻട്രലൈസ്ഡ് എന്നാണ്. ഡീസെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ്. ഈ അഫിലിയേറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ്, കാരണം അത് കമ്പനിയുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മളിപ്പോ 600 700 ടോക്കൺ വാങ്ങിയിട്ട് അല്ലെങ്കിൽ 1000 ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1200 വാങ്ങിയിട്ട് സ്റ്റേക്ക് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ 120 ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്ന 50 പേൺ ചെയ്യുന്ന 70 സ്റ്റേക്ക് ആണ്. ഇത് അഫിലിയേറ്റിലാണ്, സെൻട്രലൈസ്ഡ് ആണ്, സെൻട്രലൈസ്ഡിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാല് അത് കമ്പനിയുടെ സൈറ്റിലേക്കാണ്. മനസ്സിലാക്കണം. ചിലര് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, സെൻട്രലൈസ്ഡ് ആണ്, അത് കമ്പനിയുടെ സൈറ്റിലാണ്. കമ്പനി അത് നിങ്ങൾക്ക് വരുന്ന ഇൻകം നിങ്ങൾക്ക് നിങ്ങളുടെ റിസീവ് അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ റിസീവ് അഡ്രസ്സിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ നേരെ റിസീവ് അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിന്റെ ഹോമിലേക്ക് എത്തും. സെൻട്രലൈസ്ഡ് ട്രസ്റ്റ് വാലറ്റിന്റെ ഹോമിലേക്ക് എത്തും. ക്ലിയർ ആയി. ഇവിടുന്ന് ഞാനിവിടെ ചെയ്യുന്ന എനിക്ക് കിട്ടുന്ന വരുമാനം, എനിക്ക് എന്റെ ടീമിൽ വരുന്ന വരുമാനം, എല്ലാ വരുമാനവും ഇവിടെ വന്ന് എനിക്ക് എന്താവും, എന്റെ ടീമിൽ വന്നതും അഫിലിയേറ്റ് ഇൻകം എല്ലാം എന്റെ കറന്റ് ബാലൻസ് ഉണ്ടാവും. കറന്റ് ബാലൻസ് എന്ന് ഞാനത് വിഡ്രോ ചെയ്യുമ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള BSC വാലറ്റ് അഡ്രസ് ഉണ്ടാവും. BSC വാലറ്റ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിന്റെ 10% 10% അതിന്റെ പിന്നെ ഗ്യാസ് ഫീ വരും. ഒരു 100 ചെയ്യുകയാണെങ്കിൽ 90 ക്രെഡിറ്റ് ആവും, 200 ചെയ്യുകയാണെങ്കിൽ 150 ക്രെഡിറ്റ് ആവും. ആ രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏത്? അഫിലിയേറ്റ്. ഇനി നിങ്ങൾക്ക് അഫിലിയേറ്റ് വേണ്ട, എനിക്ക് നമ്മുടെ ടീമിൽ വരുന്ന എനിക്ക് റഫറൽ വേണ്ട, എനിക്ക് അഫിലിയേറ്റ് ഇൻകം വേണ്ട, ബൈനറി വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഡിയാപ്പ് ചെയ്തോളൂ. ഡിയാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യണ്ട, കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്യണ്ട.
കമ്പനിയുടെ സൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യണ്ട. കമ്പനിയുടെ സൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ ഹോമിലേക്ക് നമ്മുടെ ഹോമിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ആയിക്കൊണ്ട് ഹോമിലേക്ക് ഡിയാപ്പ് ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും, അറിയില്ല. അപ്പൊ ഡിയാപ്പ് ചെയ്ത എന്താവും, നമ്മള് ഒരു 120 ജിതി പമ്പ് സാറ് കൈവും ഇയാളെല്ലാം ചെയ്യും. എനിക്കറിയാം, നിങ്ങൾ വണ്ടർഫുൾ ആണ്, നിങ്ങൾ എല്ലാ മീറ്റിങ്ങിലുണ്ടാവും, എല്ലാം കമ്പനിയുടെ എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. മാഷാ അല്ലാഹ്, ഗ്രേറ്റ്. അപ്പൊ ഡിയാപ്പ് തന്നെ നിങ്ങൾ ഇന്നൊക്കെ നമുക്ക് കിട്ടുന്നത് 1000 ആവട്ടെ 2000 നമ്മുടെ കയ്യിലുള്ളത് ചെയ്ത് നമുക്ക് ഡെയിലി സ്റ്റേക്കിംഗ് റിവാർഡ് നമ്മുടെ ഹോമിലേക്ക് തന്നെ വരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിഡ്രോ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഡിയാപ്പ് ചെയ്യും. ക്ലിയർ ആണ്? അത് ഡിയാപ്പ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതിന്റെ ഹോമിലേക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഹോമിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആക്കി അയക്കണമെങ്കിൽ അയക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ നിങ്ങൾ അത് നമ്മുടെ ക്യാപിറ്റലും നമ്മുടെ കയ്യിലാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്ത ക്യാപിറ്റലും നമ്മുടെ ഹോമിലുണ്ട്, അതാണ് പ്രത്യേകത. നമ്മൾ ആ ക്യാപിറ്റൽ അവിടെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ആവും. ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്, എല്ലാം നമ്മൾ ആ ചെയ്യുന്നതിനനുസരിച്ച് തന്നെയാണ് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേക്കിംഗ് റിവാർഡ്. സിയാപ്പില് അഫിലിയേറ്റ്, അതായത് സിയാപ്പിൽ വരുമ്പോ എന്ത് ചെയ്യും, അതില് നമുക്ക് ടീം അംഗങ്ങൾ വരും, നമ്മുടെ ടീമിൽ വരുന്ന ജോയിനിങ്ങിന്റെ പ്രോഫിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ റൈറ്റിൽ വരുന്നതൊക്കെ മാച്ചിങ് ഇൻകം ഇങ്ങോട്ട് മാറും, നമുക്ക് നമ്മുടെ ഹോമിലേക്ക് തിരിച്ചു. ഇത് ഒരിക്കലും മിസ്സായി പോകാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നടപ്പിലാക്കണം. പ്രൊമോട്ട് യുവർ ബിസിനസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ സാഹചര്യം നാളെ നിങ്ങൾക്ക് കിട്ടൂല, തീർച്ചയായും കിട്ടില്ല. അടുത്ത മാസം എങ്ങനെ ആയിക്കഴിഞ്ഞാൽ 10 സെന്റ് വന്നു കഴിഞ്ഞപ്പോൾ 4 സെന്റിന്റെ വില കിട്ടില്ലല്ലോ. 4 സെന്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിയെടുക്കാം, 3 സെന്റിൽ വാങ്ങിയെടുക്കാം. അത് കഴിയുമെങ്കിൽ വാങ്ങി വെക്കാം. പണ്ട് സ്വർണം വാങ്ങിച്ചൊരു 70,000 80,000 ഒക്കെ ആയപ്പം ഭയങ്കര തീപ്പൊള്ളണ വില. പക്ഷെ പണ്ട് വാങ്ങിച്ചവർക്ക് ഭയങ്കര കാര്യമാണ്, പണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്വർണത്തിന്റെ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ ഒരു വേറെ ട്രാക്കാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാലൊന്നും നമുക്ക് ബിസിനസ് ഇരുന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം, മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. നിങ്ങൾ ഈ ബിസിനസിനെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത ആളുകളാണെങ്കിൽ ഇപ്പൊ എന്റെ ടീമിലുള്ളവരൊക്കെ കൂടുതലും സന്തോഷത്തോടു കൂടി തന്നെ ഏറ്റെടുത്ത്. എന്റെ ടീമിൽ ഇല്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് എനിക്കറിയാം. കാരണം എന്നെ തന്നെ പലവരും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എന്റെ നമ്പർ എടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇനി അഥവാ എന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിലൂടെ തന്നെ നമ്മൾ വരുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ സൂമിലേക്ക് കയറുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ എന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒന്നാമത് ഞാനിപ്പോൾ ഇവിടെ സൗദിയിലാണുള്ളത്. നമ്മൾ എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടീം വളർത്തിക്കൊണ്ടുപോകാനുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. എന്നും നമ്മളെല്ലാ ഡെയിലിയും GRD മീറ്റിംഗ് നടത്താറുണ്ട്, അപെക്സ് ഫാമിലി GRD മീറ്റിംഗ്. പക്ഷെ ഇപ്പോ എന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം നാട്ടിലേക്ക് മൂവ് ചെയ്യാനുള്ളതാണ്, അടുത്ത മാസം. അപ്പൊ അതിൻ്റെതായ കുറച്ച് ചുറ്റുപാടുകളും കുറച്ച് അതിൻ്റെതായ തിരക്കുകളും ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിലേക്ക് ഇൻവോൾവ് ആവാൻ കഴിയാതെ. ഇന്ന് ഞാനിപ്പോ അത് കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ മീറ്റിംഗിൽ എടുക്കാൻ വന്നത്. കാരണം 10 ദിവസത്തോളമായി മീറ്റിംഗ് എടുക്കാം. അപ്പൊ ഒരുപാട് പേര് എന്റെ ടീമിൽ നിന്നും ചോദിക്കുന്നുണ്ട്, എന്റെ ടീമിലില്ലാത്ത നജാബ് സാറെ മീറ്റിംഗ് ഇല്ലേ, നിങ്ങൾ എവിടെ പോയി? നമുക്ക് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ്. നമ്മൾ ഈ ബിസിനസിന്റെ ഭാഗമായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ തോന്നുന്നില്ല. കാരണം അത്രയും അറ്റാച്ച്മെന്റ് നമ്മുടെ ടീമുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുമായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മീറ്റിങ്ങുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ബിസി ആണെങ്കിൽ പോലും എന്റെ ടീം അംഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതിലേക്ക് ഇൻവോൾവ് ആവാൻ താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാം. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. ഇപ്പൊ എന്റെ ടീം തന്നെ ആവണമെന്നില്ല, നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഇതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാന്, ഈ ബിസിനസ് നമ്മളെല്ലാവരും ഈ ബിസിനസിന്റെ പ്രൊമോഷനിൽ നിൽക്കണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ടോക്കൺ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോക്കണിന്റെ പ്രൈസ് കൂടി, അപ്പൊ നിങ്ങൾ എല്ലായിടത്തും ചിലപ്പോൾ ടോക്കൺ ഉണ്ടാവും. ഇപ്പം ജോൺ തോമസ് സാർ കയ്യൊന്നിച്ചിട്ട് ഒരുപാട് ടോക്കണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ടോക്കണിന്റെ പ്രൈസ് കൂടുമ്പോൾ, ഹൈക്ക് ആവുമ്പോൾ നമുക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. അപ്പൊ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ കമ്പനി വളരെയധികം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനി ഇതിനെ ഹൈക്കിലേക്ക് എത്തിക്കാൻ, ഭയങ്കര ഹൈപ്പിലേക്ക് എത്തിക്കാൻ. കാരണം അതുകൊണ്ടാണ് കമ്പനി ഇപ്പൊ ഒരു യൂട്ടിലിറ്റിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത മാസം 10-ാം
തീയതി മുതൽ ആ യൂട്ടിലിറ്റി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കാവും, ഹൈപ്പിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് മിസ്സാവാൻ പാടില്ല എന്ന് പറയുന്നതാണ്. ഇപ്പൊ വാങ്ങി വെച്ച് നിങ്ങൾ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പം 10 സെന്റ്, കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല, 10 സെന്റിൽ വരെ എത്തിക്കഴിഞ്ഞാൽ 4 സെന്റിൽ നിങ്ങൾ വാങ്ങുന്ന ആൾക്ക് 6 സെന്റ് പ്രോഫിറ്റ് ആണ്. 6 സെന്റ് പ്രോഫിറ്റ് ആണ്. വരൂലെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ട. 10 സെന്റും അല്ല, അതിന് മേലേക്ക് കടന്നു പോകും. കാരണം 1 ലക്ഷം കമ്മ്യൂണിറ്റിന്റെ മുകളിലുള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ടോക്കൺ വാങ്ങാനുള്ള രീതിയിലേക്ക് വരുന്നത്. അതിന് ചില്ലറ കാര്യമായിട്ട് നിങ്ങൾ ആരും കരുതരുത്, നമ്മൾ ആരും കരുതരുത്. കാരണം ഈ 1 ലക്ഷം കമ്മ്യൂണിറ്റി നമ്മുടെ ഹെൽത്ത് റിംഗ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ ലോട്ടറി എടുക്കുന്നു, അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പിലേക്ക് വരുന്നു, ഇവരൊക്കെ ഈ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഷോപ്പിംഗ് ചെയ്യാനോ എന്തിനു വേണ്ടിയിട്ടും നമ്മുടെ ടോക്കൺ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ടോക്കണ് എവിടെ വന്ന് വാങ്ങും? എക്സ്റ്റിയിലോ ബിറ്റ് മാർട്ടിലോ പിന്നെ എൽ ബാങ്കിലോ വന്ന് വാങ്ങുമ്പോൾ നമ്മുടെ ടോക്കൺ നമ്മളല്ല വാങ്ങുന്നത്. ഒരു കമ്പനി ആരോടും പറയുന്നില്ല നിങ്ങൾ ഹെൽത്ത് റിംഗ് വാങ്ങി ഉപയോഗിക്കണമെന്ന്. ഹെൽത്ത് റിംഗ് അല്ല, റിംഗ് ആണ് വാങ്ങി ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആരോടും, നമ്മളോട് കമ്പനി ആരോടും പറയുന്നില്ല. തെറ്റിദ്ധാരണ ചിലരുണ്ട്, നമ്മൾ അത് വാങ്ങാനാണോ, നമ്മൾ ബെറ്റ് ചെയ്യാനാണോ, നമ്മൾ തെറ്റിദ്ധാരണ നിങ്ങൾ ആരും ചെയ്യണ്ട. അത് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, അല്ലെങ്കിൽ ഒരു സമൂഹമുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ബെറ്റിംഗ് വെക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളത് IPL ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓൺലൈൻ ലോട്ടറി എടുക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആരും ചെയ്യണ്ട. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചിട്ട് ഇപ്പം നിങ്ങളിപ്പം ടോക്കൺ വിട്ടേരും. നിങ്ങളുടെ കയ്യിൽ 500 രൂപ ഉണ്ടെങ്കിൽ 500 രൂപയ്ക്ക് ലോട്ടറി എടുക്കണമെന്നോ റിങ് വാങ്ങണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ പോയി ഇതെടുക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ എന്താ പറ്റേ ഭക്ഷണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ പോയി സ്മോൾ അടിക്കണമെന്നോ ഒക്കെ ആലോചിക്കേണ്ടത് അവനവന്റെ മനസ്സനുസരിച്ചിട്ടാണ്, അവനവന്റെ പോക്കറ്റിലുള്ള പൈസ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇതൊരു യൂട്ടിലിറ്റിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ. ഒരു പൈസ എന്ന് പറയുന്ന സാധനം അത് ആവശ്യത്തിന് നമ്മൾ സാധനങ്ങൾ വാങ്ങാനോ നമ്മുടെ കാര്യങ്ങള് സർവീസ് നടത്താനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കറൻസി ആയിട്ടാണ് നമ്മുടെ കറൻസി മാറാൻ പോകുന്നത്. നമ്മുടെ കറൻസി മാറാൻ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോഴാണ് നമ്മുടെ പ്രൈസ് കൂടി വരിക. ഈ പ്രൈസ് കൂടി വരുമ്പോഴാണ് നമ്മളൊക്കെ വാങ്ങി വെച്ച ടോക്കണിന്റെ വാല്യൂ നമുക്ക് വളരെ വാല്യൂ കൂടിയതായിട്ട് മാറും. അപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മിസ്സാക്കരുത്. കാരണം ഇന്ന് 4 സെന്റിൽ ഇരിക്കുന്ന മാർക്കറ്റിൽ 4 സെന്റിൽ ഇരിക്കുന്ന ടോക്കൺ ആണ്. 10, 40, 30, 35 സെന്റിൽ വരെ എത്തിയ ടോക്കൺ ആണെങ്കിൽ പോലും ഇന്ന് നിങ്ങൾക്ക് ഒരു 120 ടോക്കൺ വാങ്ങാൻ വെറും 1000, 1200, 1100 രൂപ മതി. അത് വാങ്ങി സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. കാരണം നമ്മളെന്താ അത് നിങ്ങൾ പിന്നെ 6 മാസത്തിന് ശേഷം പിന്നെ എന്താ പിന്നെ ക്യാപിറ്റല് വിഡ്രോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നല്ലൊരു സമയമാണ്. നിങ്ങൾ ആരും അതെന്ത് ചെയ്ത് ഒഴിവാക്കരുത്. കാരണം നമ്മളെ ബിസിനസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവുള്ളൂ. നമ്മള് ഇപ്പം എനിക്കൊരു അവസരം കിട്ടി. ജോൺ തോമസ് സാർ ഇപ്പം ഒരു 1000 ടോക്കൺ വാങ്ങിച്ചു. മൂപ്പര് ആരോടും പറഞ്ഞില്ല, എനിക്കത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് മൂപ്പര് നീങ്ങുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയില്ല. അങ്ങേര് പ്രൊമോട്ട് ചെയ്താലാണ്, അങ്ങേര് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് എല്ലാരും ഇതിലേക്ക് വരുമ്പം എല്ലാരും വാങ്ങി വെക്കുമ്പോ അങ്ങേര് വാങ്ങി വെച്ച ടോക്കണിന്റെ വാല്യൂ കൂടുള്ളൂ അല്ലേ. ജോൺ തോമസ് സാർ അങ്ങനെ തന്നെയല്ലേ. അങ്ങേരും നമ്മളും എല്ലാവരും പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വാങ്ങി വെച്ച ടോക്കണിന്റെ മൂല്യം കൂടി വരുള്ളൂ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കിട്ടുന്ന വരുമാനം കൂടി വരും. അതാണ് പറയുന്നത്. വരുമാനം നമ്മൾ കൂട്ടിയെടുക്കണം. നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ വേണമെങ്കിൽ നമ്മൾ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ബൈജു സാറ് 2 വാക്കുകൾ ഒരു ഇൻസ്പയർ ടോക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം അങ്ങനെ ഒരു പൊളിച്ചെടുക്കുന്ന 2-3 സ്പീച്ചുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കാത്തിരിക്കണം. അങ്ങനെ കണ്ടില്ലേ, വളരെ ഗ്ലാമർ ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. നമുക്ക് എൻ്റെ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാല് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പച്ചിൽ വന്നിട്ട് എനിക്ക് ലീഡർഷിപ്പിൽ ഇരിക്കാനോ അല്ലാതല്ല, പക്ഷേ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സുഹൃത്തുക്കൾ. അതായത് അപ്പക്സ് ഫാമിലിയിൽ ഇപ്പൊ എനിക്ക് സുഹൃത്തുക്കൾ ഒരുപാടുള്ള വ്യക്തിയാണ്. കാരണം ഇവിടെ സൗദിയിലുണ്ട്, നാട്ടിലുണ്ട്, പലയിടത്തും ഉണ്ട്. പല നമ്മൾ പ്രവാസികളാകുമ്പോൾ തന്നെ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. പക്ഷെ
അപ്പക്സിൽ വന്നപ്പോൾ ഒരുപാട് സുഹൃത്ത് കിട്ടി. ഞാൻ ഇന്നേവരെ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്നും കോളും എന്നും ടോക്കും ഉണ്ട്, എന്നും മെസ്സേജ് ഉണ്ട്. എപ്പോഴും അപ്പക്സ് മോർണിംഗ് അടിക്കുന്ന ആളാണ് എനിക്ക്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഭയങ്കര സ്നേഹത്തോടുള്ള വാക്കുകള്. അതേപോലെ തന്നെ പിന്നെ ബൈജു സാർ മാത്രമല്ല, അങ്ങനെ ഒരുപാട് എന്റെ ടീമിലുള്ള നല്ല നല്ല ലീഡേഴ്സ്, നല്ല നല്ല ഒരു ജിയാഡി എന്ന് പറയുന്ന ഒരു കോർ ടീമിനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ടീമാണ് നമ്മൾ ജിയാഡി. അതേപോലെ തന്നെ പിന്നെ എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ടും കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്ത്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകാൻ നമുക്ക് അപ്പക്സ് ഫാമിലിയിലൂടെ കഴിയുന്നുണ്ട്. എല്ലാവരും അതൊരു സ്നേഹത്തോടു കൂടി തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പരസ്പരം, ഞാൻ അങ്ങോട്ടായാലും അങ്ങനെ ഇങ്ങോട്ടായാലൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ സ്നേഹത്തോടെ വളരെ ഒരു നമുക്ക് കിട്ടിയ ഒരു അനുഭവം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്വത്ത് അല്ലെങ്കിൽ ഒരു എന്ന് പറയാം. കാരണം ഐജു സാറിന് ഒരു സുഹൃത്തായി കിട്ടിയതിൽ, ഒരു ലീഡർ എന്ന അല്ലെങ്കിൽ ടീം പാർട്ട്ണർ എന്ന രീതിയിൽ അതിലുപരി ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ അങ്ങേരെ കാണുന്നത്. ഓക്കെ, നമുക്ക് അങ്ങേരെ നമ്മുടെ സ്ക്രീനിലേക്ക് വളരെയധികം സ്വാഗതത്തോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അപ്പക്സിന്റെ എല്ലാ വൈബോടു കൂടിയും നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ നമ്മുടെ പിന്നെ സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ബൈജു സാർ ഫ്രം ബഹ്റൈൻ. നമസ്കാരം. നമസ്കാരം. കൂടുതലായിട്ടും ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. മഞ്ചാ സാർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ സമയത്തും ഒരു 6 മാസമായിട്ടും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ അപ്പക്സ് വന്ന ഈ പ്ലാറ്റ്ഫോം കിട്ടിയത് മുതൽ നമ്മൾ ഈ ജിയാദിന്റെ ആൾക്കാരായിക്കോട്ടെ, നമ്മൾ അപ്പക്സിന്റെ ടീം ആയിക്കോട്ടെ, വളരെയധികം ഹാപ്പിയിലാണ്. പിന്നെ ഒരു കമ്പനി ആണെങ്കിലും ചെറിയ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് എക്സ്ചേഞ്ച് വന്നത്. എക്സ്ചേഞ്ച് വന്ന മുതലാണ് നമുക്ക് വിഡ്രോവലിന് ചെറിയൊരു പ്രശ്നം വന്നത്. അത് ഞാൻ ഇപ്പോൾ കാണുന്നത്, അത് നമുക്ക് ഇപ്പൊ ഒരു ഭാഗ്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ, ഇപ്പം നമുക്ക് ഫേസ് 2 എന്നൊരു സംഭവം വന്നത് ഇപ്പൊ റേറ്റ് കുറവാണ്. ഇതൊരു അവസരമായിട്ട് കണ്ടിട്ട് നമ്മളെല്ലാവരും ചെറിയ തോതിലെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇന്നത്തെ ബിറ്റ്കോയിന്റെ റേറ്റ് നാളെ അപ്പക്സിലേക്ക് വന്നിരിക്കും. എന്തായാലും ഉറപ്പാണ്. ഇന്നത്തെ ബിറ്റ്കോയിന് നാളത്തെ അപ്പക്സ് ആണ്. അത് 100% ഉറപ്പാണ്. എഴുതിയാറ് വെച്ചോ. അതെ, കാരണം വെച്ചാല് നമുക്ക് അപ്പക്സിന് നല്ലൊരു സിഇഒ, നല്ലൊരു ടീം മാനേജ്മെന്റ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? അവര് കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് വിളിച്ചാലും പിന്നെ ഇപ്പം സംഗതി കുറച്ച് തിരക്കായതിനെ കൊണ്ട് കസ്റ്റമർ കെയർ ചെറിയൊരു തിരക്കുണ്ട്. ഇന്നാലും കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഈ ഫേസ് വന്ന് എല്ലാവരും ഫേസ് പ്രൊമോഷൻ ചെയ്തു. ഫേസ് വന്ന് രണ്ടാമത് അന്നേരേ മാൻ സാറും ടീം മാനേജറും പറയുന്നുണ്ട് ഫേസ് ചെയ്യണം. ഞാൻ വന്ന മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയ ഫേസ് 2. പക്ഷെ ആരും അത് പ്രൊമോഷൻ ചെയ്തില്ല. സത്യത്തില് ശരിക്കും ഇപ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഫേസ് 1-നെക്കാട്ടും നല്ലൊരു വരുമാനം ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് 2 ആണ്. എന്തായാലും നമുക്ക് രണ്ടും, ഫേസ് 1ഉം ഫേസ് 2 കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറി എന്നാണ് 100% ഉറപ്പാണ്. എന്തായാലും ഉറപ്പാണ്. നമ്മൾ അതായത് ഈ 10-ാം തീയതി വരെ നമുക്ക് ശരിക്കും ഒരു ടൈം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ 10-ാം തീയതി വരെ നമുക്ക് ഫേസ് 2ന്റെ റേറ്റ് കുറച്ച് കുറഞ്ഞു നിൽക്കും. എന്താ കാരണം വെച്ചാൽ 10-ാം തീയതി ശേഷമാണ് നമുക്ക് സോറി ഈ ടോക്കന്റെ റേറ്റ് കുറഞ്ഞു നിൽക്കും. കാരണം എന്താ വെച്ചാല് നമുക്ക് ഈ പുതിയ പ്രൊജക്ടുകളും പുതിയ കമ്പനിയൊക്കെ വരുന്നതും കൂടി ഈ മനസ്സിലാക്കി. ഇപ്പൊ IPL നടക്കുന്നുണ്ട്. IPL നടക്കുന്ന സമയത്ത് ബെറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞാല് വളരെയധികം ഇൻസ്പിറേഷൻ ഉള്ള ഒരു സംഭവമാണ്. ഇത് നമുക്ക് കേരളത്തിൽ അത്ര ഒരു പ്രചാരമില്ലാന്ന് നോക്കണ്ട. വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലത്തിനൊക്കെ ഈ ബെറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞാല് വളരെയധികം സംഭവമാണ്. അതായത് ഫുട്ബോൾ നടക്കുന്ന സമയത്ത്, പിന്നെ ഏത് ഗെയിം ആയിക്കോട്ടെ. ഹലോ, കേൾക്കുന്നില്ല? ഓക്കെ. അന്നേരം എന്തായാലും നമുക്ക് ഉറപ്പാണ് ഈ 10-ാം തീയതി ശേഷം നമ്മളെ ടോക്കന്റെ വാല്യൂ കൂടും. ആ സമയത്ത് നമുക്ക് ഈ സമയ ഗ്യാപ്പിൽ നമുക്ക് വേണ്ട ടോക്കണ് കഴിയുന്നത്ര, നമ്മൾ ഇന്ന ടോക്കൺ ഇത്ര എമൗണ്ട് ഒന്നും പറയുന്നില്ല, കഴിയുന്നത്ര വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഭാവിയിലേക്ക് ഒരു അസറ്റ് സമ്പാദിക്കാനാവും. 100% ഉറപ്പാണ്. നജാ സാറെ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ് സാറേ. ആ, ഓക്കെ. ഞാൻ ഫോണിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ നോക്കാൻ വേണ്ടി പോരാ. ഓക്കെ, അത് ശരി. ഓക്കെ. പിന്നെ
പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ ഈ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതില് പിന്നെ ക്രിപ്റ്റോ മേഖലയില് അപ്പെക്സ് ടോക്കൺ ആ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഓരോരോ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് പല കുറേ കണക്കിന് ടോക്കണും ഇത് കാര്യങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ നമ്മൾ ഈ അപ്പെക്സ് ടോക്കന്റെ മാതിരി ഒരു പ്രാധാന്യമുള്ള ഒരു വേറൊരു സംഗതി ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാല് പിന്നെ ഈ പ്രൊജക്ടുകൾ കൊണ്ടുവരുന്നതിൽ ഏറ്റവും നല്ല ഇനിയിപ്പം പുതിയ അപ്കമിങ് പ്രൊജക്ടുകൾ 100ഓളം പ്രൊജക്ടുകൾ നമുക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ ഫേസ് 2 കഴിഞ്ഞാൽ തന്നെ ഫേസ് 3 സ്റ്റാർട്ട് ആവും. അന്നേരം ഇതിലൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ജീവിത നിലവാരവും നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനാവും. 100% ഉറപ്പാണ് എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ചിട്ട് നജാസ് സാഹിബ് പറഞ്ഞിട്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴാണ് കമ്പനി നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട സമയം. ഇപ്പൊ എന്തായാലും ഈ അടുത്ത മാസം 25-ാം തീയതിയോടുകൂടി നമ്മുടെ വിഡ്രോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. വിഡ്രോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ഈ വിഡ്രോൾ കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യും. ആ സമയത്തൊക്കെ ടോക്കന്റെ വാല്യൂ 100% വർദ്ധിക്കും. അതുകൊണ്ട് ഇപ്പം മാക്സിമം ഫേസ് 2ലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറി 100%. പിന്നെ ഞാൻ കൂടുതൽ വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഈ GRD ഫാമിലി അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ GRD ഫാമിലി അപ്പെക്സിൽ കുറെ ടീമുകളുണ്ട്, കുറെ ടീമുകൾ നല്ല കുറെ ടീമുകളുണ്ട്. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ GRDയിലെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ചും നജാസ് പോലെ ഒരു ടീം ലീഡർ നമുക്ക് കിട്ടിയതിൽ വളരെ ഏത് സമയം എത്ര രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എന്തെങ്കിലും ഒരു അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന കറക്റ്റ് റിപ്ലൈ. ഒരു ഇല്ലാതെ എത്ര തിരക്കാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമ്മളെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിരുന്ന നല്ലൊരു ലീഡറാണ് നമുക്ക് കിട്ടിയത്. പിന്നെ അതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷവും എന്താ പറയാ ഹൃദയത്തിന്റെ ഉള്ളൊരു സ്നേഹം എപ്പോഴും മൂപ്പരെ കൂടെ നമ്മളുണ്ടാവും. അങ്ങനെ വളരെയധികം ഹാപ്പിയാണ് നമ്മള്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. എന്തായാലും വളരെയധികം എന്താ പറയാ എല്ലാവരും നമ്മുടെ അപ്പെക്സ് ഫാമിലിയിൽ ജോയിൻ ചെയ്യുക, എല്ലാവരും നമ്മുടെ ബിസിനസ് ഭാഗമാവുക, എല്ലാവരും നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവണം. ഉറപ്പാണ് നമ്മൾ ഈ ക്രിപ്റ്റോ മേഖലയിൽ നമുക്ക് അപ്പെക്സിനെ പോലത്തെ വേറൊരു പ്ലാറ്റ്ഫോം ലോകത്ത് ഉണ്ടാവില്ല. 100% ഉറപ്പാണ്. അതെന്താ വെച്ചാൽ പറയാൻ കാരണം എന്താ വെച്ചാല് ഞാനിപ്പോ ഒരു ജോലി ചെയ്യുന്നതാണെങ്കിലും ഞാനൊരു 1 മണിക്കൂർ 2 മണിക്കൂർ സമയം കിട്ടുന്നവരൊക്കെ ഓരോരാളെ ഞാൻ കോണ്ടാക്ട് ചെയ്യും ഇതിനെപ്പറ്റി പറഞ്ഞ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. പല ആൾക്കാരും വലിയ വലിയ ടീമൊക്കെ ഉണ്ടാവില്ല. അന്നേരം അവരാദ്യം ഞാൻ ശ്രമിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഇത് നല്ല പ്ലാറ്റ്ഫോം ആട്ടോ, നോക്കിക്കോ, കുഴപ്പമില്ല. അതായത് പ്രൊജക്ടുകളുണ്ട്. ഇങ്ങനത്തെ ഈ പ്ലാന് വേറൊരു സ്ഥലത്ത് കിട്ടില്ല. നിങ്ങൾക്ക് വേറൊരു ക്രിപ്റ്റോ മേഖലയിൽ കിട്ടാത്ത ഒരു പ്ലാനാണ് അപ്പെക്സ് 2 എന്ന് പറഞ്ഞ ടോക്കൺ. വേറൊരു സ്ഥലത്ത് കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ കമ്പനിക്ക് മിഷനും വിഷനും ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. അതുകൊണ്ട് നമ്മളെല്ലാവരും അവരെ കൂടെ നിൽക്കുക. നമ്മൾ നല്ലൊരു CEO ഉണ്ട്, നമ്മൾ ലൈവാണ് കമ്പനി. അതുകൊണ്ട് നമ്മളെന്തിനു പേടിക്കുന്ന ഏതൊരു ക്രിപ്റ്റോ മേഖലയിലും നമുക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ ആരാ അതിന്റെ പിന്നിലുള്ളതെന്നോ എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയാൻ പറ്റില്ല. കുറച്ചു കാലം കഴിഞ്ഞ് അതങ്ങ് പോകും. നമുക്ക് കമ്പനി ബിസിനസ് ഹൈ ലെവലിൽ പീക്ക് ടൈമിലാണ് ഇവര് ഇത് കൊണ്ടുവന്നത്, എക്സൈറ്റ് കൊണ്ടുവരുന്നത്. അതിന്റെ ആവശ്യം കമ്പനിക്ക് എന്താ? കമ്പനി നമ്മളെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ചേഞ്ച് കൊണ്ടുവന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്താ വെച്ചാൽ വെറുതെ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാണ്ടിരിക്കുക. ഞാൻ എന്റെ വാട്സപ്പിലും ഇതിലൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ മൈൻഡേ ചെയ്യാറ്. എന്തിന് നമ്മൾ മൈൻഡ് ചെയ്തിട്ട് നെഗറ്റീവ് നമ്മളെ ശരീരം കയറ്റിയിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നടക്കേണ്ട ആവശ്യം അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുക. നമുക്ക് മുമ്പ് അപ്പെക്സ് ഉണ്ട് കൂടാ. അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കാനില്ല. ഇനിയിപ്പോ അടുത്ത മാസം മുതൽ ലാസ്റ്റോട് കൂടി നമ്മളെ ലൈഫൊക്കെ മറിയാൻ പോവാ, അത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയാക്കണം എന്നുള്ളൊരു ഇതാണ്. കഴിയുന്നത്ര എല്ലാവരും നമ്മളെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കഴിയുന്ന എല്ലാ ആൾക്കാർ എല്ലാവരും മുന്നോട്ട് വരിക. അതൊക്കെ എനിക്ക് പറയാനുണ്ട്. പിന്നെ എന്തായാലും വളരെയധികം നന്ദി. ഇന്നത്തെ ഈ രാത്രി മീറ്റിംഗ് പങ്കെടുക്കാൻ സാധിച്ചതിൽ. നജാസ് സാറേ, താങ്ക് യു. എന്നാ പിന്നെ ഓക്കെ, താങ്ക് യു സോ മച്ച് ബൈജു സാർ. നമുക്ക് 2 വാക്കുകൾ നമ്മളോട് പങ്കുവച്ചു. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്, ജസ്റ്റ് നിങ്ങളോട് എല്ലാവരോടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്, എന്നോട് പോലും. ഞാൻ എന്നെയും ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൊമോട്ട് യുവർ ബിസിനസ്, ഏൺ മോർ ആൻഡ് മോർ.
അവസരത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് മിസ് ചെയ്യരുത്. ഇന്നത്തെ അവസരം ഇന്ന് കിട്ടിയത് നിങ്ങൾ നാളത്തെ വലിയ ഒരു മെഗാ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കരുതി, നിങ്ങളായാലും ഞാനായാലും നമ്മളെല്ലാവരും ഒന്നടങ്കം ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഊന്നി പറയാണ്. ഇപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് കാണുന്ന നമ്മുടെ അപ്പക്സ് എന്ന് പറയുന്നതല്ലാതെ വേറെ ഒരു ടോക്കണും നെറ്റ്വർക്ക് ബിൽഡപ്പിൽ വന്നിട്ടുണ്ടാവില്ല. നെറ്റ്വർക്ക് ബിൽഡപ്പ് സാധ്യതയില്ല. അപ്പക്സ് അല്ലാതെ അപ്പക്സ് ടോക്കൺ ആണ് നെറ്റ്വർക്കിലൂടെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ക്രിപ്റ്റോ മേഖലയിൽ. ബാക്കിയുള്ളതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ടോക്കൺ ആയിട്ടുണ്ടെങ്കിൽ പോലും ഒഴിഞ്ഞു പോയിട്ടുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഒരുപാട് ഫ്രോഡുകളും ഒരുപാട് ഇതുകളും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നൊരാളെ ഒരു വോയിസ് ഞാൻ കേട്ടിരുന്നത്, ഒരുപാട് വോയിസുകൾ നമ്മൾ ഇയാളെ phase 1 വന്ന ആളല്ല, പക്ഷെ phase 2 ഇത് കേട്ടപ്പോഴും അയാൾ കേൾക്കുന്നുണ്ട് 1.5 വർഷത്തോളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസും. പക്ഷെ നമ്മൾ ഏത് വീഡിയോസ് കാണുമ്പോഴും അതിനെതിരൊരു വീഡിയോ മറ്റുള്ളവരോ ആരെങ്കിലും ഇറക്കും. കാരണം ഏതൊരു കമ്പനി വളരുമ്പോഴും അതിനെതിരെ ഒരു വളർച്ച മുരടിപ്പിക്കാൻ കുറച്ച് മൂരാച്ചികൾ എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് ആളുകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സമൂഹത്തിലെ ഒരു എന്താ പറയാ വിപത്തൊന്നും ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പൊ അത് നോക്കണ്ട, അങ്ങനെ കുറെ പേരുണ്ടാവും. അപ്പോൾ അത് ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കണം. നമുക്കുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് ആണ്. സക്സസ് ഈ ലോകത്തുള്ള സക്സസ്